الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما قدر الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. اتقوا الله عباد الله، ഉസിക്കും ഇയ്യായ ബിത്തഖ്വല്ലാഹ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ബഹുമാന്യരായ വിശ്വാസികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ഹൃദയത്തിന്റെ പ്രകാശം, വെളിച്ചം അതണഞ്ഞു പോകാതെ നമുക്ക് സൂക്ഷിക്കാനാകണം. കാരണം മനുഷ്യർ ധരിച്ച വസ്ത്രം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം നുരുമ്പിപ്പോകും പോലെ നമ്മുടെ ഈമാൻ നുരുമ്പിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനും നിങ്ങളും ധരിക്കുന്ന വസ്ത്രം കേടായി പഴകിപ്പോകുന്നത് പോലെ, അത് നുരുമ്പി വേറിട്ടു പോകുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും ഈമാൻ വേറിട്ടു പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഈമാൻ ليخلق في جوف أحدكم كما يخلق الثوب فاسألوا الله تعالى أن يجدد الإيمان في قلوبكم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിശ്ചയമായും ഈമാൻ അത് മനുഷ്യരുടെ വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ നുരുമ്പിക്കും. എന്നിട്ട് നബി പറഞ്ഞു, ഫസ്അലുല്ലാഹ തആല, അതിനാൽ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. എന്താണ് ചോദിക്കേണ്ടത്? അയ്യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം പുതുക്കിക്കൊണ്ടേയിരിക്കുന്നതിനു വേണ്ടി, നിങ്ങളുടെ ഈമാൻ എപ്പോഴും ഫ്രഷായി നിറഞ്ഞ ഒരു രീതിയിൽ അത് നിലനിൽക്കുന്നതിനു വേണ്ടി നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പദം യഖ്ലഖൂന, നുരുമ്പിപ്പോകുമെന്നാണ്. ഒരു മുസ്ലിമിന്റെ ഹൃദയം അത് ക്ഷീണിക്കുകയും ദുർബലമാവുകയും ചെയ്യുന്നു. ഇത് പല കാരണത്താലാണ്. ഒന്ന്, ഇബാദത്തിലെ മടുപ്പും ആലസ്യവുമാണ്. ഇബാദത്തിലെ ആലസ്യത, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ മടി, അല്ലെങ്കിലോ ജീവിതത്തിൽ തിന്മകൾ കടന്നു വരിക, പാപങ്ങൾ ചെയ്യുകയും ആത്മാവിനെ, ഖൽബിനെ, നഫ്സിനെ അതിന്റെ ചില ആഗ്രഹങ്ങളിലേക്ക് മുഴുകാൻ വിടുന്നതുമാണ്. അവക്കനുസരിച്ച് താന്തോന്നിത്വത്തിന്റെ ഒരു ലോകത്തേക്ക് കടന്നുപോകൽ ഈമാൻ നുരുമ്പിപ്പോകാനുള്ള കാരണങ്ങളാണ്. ഇതിന്റെ ശാരീരികങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. ഒരു വസ്ത്രം ജീർണിക്കുന്നത് പോലെ എന്നാണ്. ഒരു വസ്ത്രം ജീർണിക്കുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും ഈമാൻ ജീർണിച്ചു പോകുമെന്നാണ്. അതായത് കാലക്രമേണ പുതിയ വസ്ത്രം പഴകുന്നതുപോലെ ഈമാൻ പഴകിപ്പോയി നുരുമ്പിപ്പോകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിഹാരം എന്താ? ഫസ്അലുല്ലാഹ തആല, അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ്. എങ്ങനെയാണത്? ഈ ഹദീസിനെ വിവരിക്കുന്നിടത്ത് കാണാം, ബിദ്ദുആഇ വൽ അഅമാലി സ്വാലിഹ വൽ ഖിയാം ബിൽ ഫറായിദ് വഅഅമാൽ അത്തതവ്വുഇ അല്ലതി തഅമുറുൽ ഖൽബ ബിൽ ഈമാൻ. പ്രാർത്ഥനയിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും നിർബന്ധമായ പ്രവർത്തനങ്ങളിലൂടെയും ഹൃദയത്തിൽ ഈമാനിനെ നിറക്കുന്ന, ഹൃദയത്തിൽ വിശ്വാസത്തെ നിറക്കുന്ന സ്വമേധയാ ഉള്ള പ്രവർത്തനങ്ങളിലൂടെയും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക.
കൂടാതെ വസ്സദഖാതി വന്നഫഖതി അലൽ മുഹ്താജിൻ والتفكر في آيات الله الشرعية والكونية وكثرة الذكر والاستغفار ولزوم مجالس الذكر والعلم. എങ്ങനെയൊക്കെ ഈമാനിനെ പുതുക്കാം? ദാനധർമ്മങ്ങളിലൂടെ, ദരിദ്രർക്ക് വേണ്ടി ചെലവഴിക്കുന്നതിലൂടെ, അള്ളാഹുവിന്റെ ശർഈയും കൗനിയുമായ ദൃഷ്ടാന്തങ്ങൾ രണ്ടാണ്, ആയത്തുൽ കൗനിയ വ ആയത്തുൽ ശർഈയ. ഇങ്ങനെ കൗനിയും ശർഈയുമായ ദൃഷ്ടാന്തങ്ങളിലൂടെ അടയാളങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടും ദിക്റിനെ വർദ്ധിപ്പിച്ചുകൊണ്ടും ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ടും ദിക്റിന്റെയും ഇൽമിന്റെയും സദസ്സുകളിൽ ഇടയ്ക്കിടെ ഒത്തുചേർന്നുകൊണ്ടുമൊക്കെയാണ് ഫസ്അലുല്ലാഹ തആല. അതാണ് ഫസ്അലുല്ലാഹ തആല. എന്നിട്ട് നിങ്ങൾ എന്ത് വേണം? അയ്യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും എന്നാണ്. ഈമാനിനെ തജ്ദീദ് ചെയ്തുകൊണ്ടേയിരിക്കണമെന്നാണ്. സുബ്ഹാനക യാ അലീം. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണുന്നതാണ്. ഇത് അവിടുത്തെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ കാണുന്നതാണ്. ഈമാൻ പുതുക്കിക്കൊണ്ടേയിരിക്കൽ അവരുടെ ഒരു ജീവിതമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥിക്കാറുണ്ട്. ഈ ഹദീസ് നമുക്ക് പ്രസിദ്ധമാണ്, പരിചയമുള്ളതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഖാല, അവിടുന്ന് പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പ്രകാരമായിരുന്നു, യുഖ്സിറു അൻ യഖൂൽ, ധാരാളമായി മുഹമ്മദ് നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റം വരുത്തുന്നവനെ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഫഖുൽതു യാ റസൂലല്ലാഹ്, അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആമന്നാ ബിക വബിമാ ജിഅത ബിഹി ഫഹൽ തഖാഫു അലൈനാ, റസൂലേ, അവിടത്തേക്ക് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ചിട്ടുണ്ട്, അവിടുന്ന് കൊണ്ടുവന്നതിലും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങളെക്കുറിച്ചും, അഥവാ സ്വഹാബികൾ ചോദിക്കാൻ, ഞങ്ങൾ സ്വഹാബികളെ കുറിച്ചും അവിടുന്ന് ഞങ്ങൾക്ക് ഹൃദയം മാറ്റം സംഭവിക്കുമെന്നതിനെ പറ്റി ഭയപ്പെടുന്നുണ്ടോ? ഖാല നഅം. അല്ലാഹു വിശുദ്ധ ഖുർആനിലെ 100 ആയത്തുകളിലൂടെ സർട്ടിഫിക്കറ്റ് നൽകിയ റിദ്വാനുല്ലാഹി അലൈഹിം കുല്ലിഹിം അജ്മഈൻ എന്ന് പറയപ്പെട്ട സ്വഹാബത്തിനെ കുറിച്ച് പറയാ, നഅം, അതെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കും മാറ്റമുണ്ടാകാം. അല്ലാഹുൽ മുസ്തആൻ. അപ്പൊ ഈ ദുർബലരായ, ഓട്ടക്കാലണക്ക് വിലയില്ലാത്ത എന്റെയും നിങ്ങളുടെയും സ്ഥിതിവിശേഷത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതിന് നബി പറയാണ്, ഇന്നൽ ഖുലൂബ ബൈന അസ്ബുഐനി മിൻ അസാബിഇല്ലാഹ് യുഖല്ലിബുഹാ കൈഫ യശാ. അതേ, ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്, അവൻ അവയെ തിരിച്ചു മറിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ 2140 നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ്. ഏത് നിമിഷവും ഈമാൻ മാറിപ്പോകാം, തെറ്റിപ്പോകാം, മാർഗഭ്രംശമുണ്ടാകാം, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റാം. വൽ ഇയാദു ബില്ലാഹ്. അല്ലാഹുവിനോട് കാവൽ ചോദിക്കലല്ലാതെ വേറൊരു മാർഗമല്ല. നമ്മുടെ ഉമ്മുന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഈ പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന പ്രാർത്ഥന അധികരിപ്പിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നമ്മുടെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, യാ ഉമ്മി സലമ, ഭാര്യയോട് പറയാണ്, നമ്മുടെ ഉമ്മയോട് പറയാണ്, ഓ ഉമ്മു സലമ, ഇന്നഹു ലൈസ ആദമിയ്യുൻ ഇല്ലാ വഖൽബുഹു ബൈന അസ്ബുഐനി മിൻ അസാബിഇല്ലാഹ് ഫമൻ ശാഅ അഖാമ വമൻ ശാഅ അസാഗ വമൻ ശാഅ അസാഗ. ഓ ഉമ്മു സലമ, നിശ്ചയമായും അല്ലാഹുവിന്റെ അവന്റെ ഹൃദയം, ഒരടിമയുടെ ഹൃദയം അല്ലാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. അല്ലാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്ന രീതിയിൽ അവന് വിരലുകളുണ്ട് എന്നാണ് അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത്. അതിനാൽ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സ്ഥിരപ്പെടുത്തുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ ഒരു മനുഷ്യനില്ല എന്നാണ്. അള്ളാഹു വ്യതിചലിപ്പിച്ചേക്കാം എന്നാണ്, അള്ളാഹു സ്ഥിരപ്പെടുത്തിയേക്കാം എന്നാണ്. നമ്മൾ അള്ളാഹുവിനോട് ദീനിൽ സ്ഥിരപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബന അലാ ത്വഅതിക എന്ന പ്രാർത്ഥനയിലൊക്കെ വരുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത്, അവിടുന്ന് പറയാണ്, ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിച്ചതായി, അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ്
സർരിഫ് ഖുലൂബന അലാ തഅഅതിക്. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് കാണാം. ഖാല, അവിടുന്ന് പറയാണ്, കാനത്ത് യമീനുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ വമുഖല്ലബിൽ ഖുലൂബ്. സത്യം ചെയ്തു പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തു പറയുമ്പോൾ വല്ലാഹി തല്ലാഹി ബില്ലാഹി എന്നൊക്കെ പറയുന്നത് പോലെ നബി പറയാറുണ്ട് ലാ വമുഖല്ലബിൽ ഖുലൂബ്. ഇല്ല, ഹൃദയങ്ങളെ തിരിച്ചു മറിക്കുന്നവൻ തന്നെയാണ്. ഹൃദയങ്ങളെ തിരിച്ചു മറിക്കുന്നവൻ തന്നെയാണ്. വല്ലാഹി എന്നതിന് പകരം നബി ഉപയോഗിക്കാറ ലാ വമുഖല്ലബിൽ ഖുലൂബ്. ഇല്ല, ഹൃദയങ്ങളെ തിരിച്ചു മറിക്കുന്നവൻ തന്നെയാണ് എന്ന് പറയാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരി 6628 നമ്പർ ഹദീസ്. അല്ലാഹു തആല നമ്മുടെ ഹൃദയങ്ങൾ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അതിനാൽ പ്രിയമുള്ള മുഅ്മിനെ, നമ്മൾ നമ്മുടെ റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കണം. സദാ ഭയപ്പെടേണ്ടത് രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയതയെ സംബന്ധിച്ചല്ല. ഭയപ്പെടേണ്ടത് എന്റെയും നിങ്ങളുടെയും മക്കൾ അവരുടെ അന്നമുട്ടുന്നതിനെ കുറിച്ചല്ല. ഭയപ്പെടേണ്ടത് ഈ നാട്ടിൽ സമാധാനത്തോടു കൂടി ജീവിക്കാനാകുമോ ഇല്ലയോ എന്നതിനെ പറ്റിയല്ല. ഭയപ്പെടേണ്ടത് റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുമ്പോൾ ഈമാനോടുകൂടി പോകാനാകുമോ ഇല്ലയോ എന്നതാണ്. അതാണ് ഭയം. അതാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ട ഭയം. അതിനാൽ നമ്മൾ അല്ലാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖൽബി എന്ന് ലോകത്തിന്റെ നേതാവ് ആദ്യം സ്വർഗത്തിന്റെ കവാടത്തിങ്കൽ മുട്ടിയിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖൽബി. നബി പ്രാർത്ഥിക്കാൻ, അല്ലാഹുവേ എന്റെ ഹൃദയത്തിലെ ഈമാനിനെ നീ കേടുപാടുകൾ തീർത്തു പുനഃസ്ഥാപിക്കണമേ. ദൗർബല്യം വരാതെ, പുഴുക്കുത്തു വരാതെ അതിനെ സ്ഥിരമാക്കി നിലനിർത്തണമേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനത്തുകളെ, സുബ്ഹാനക യാ അലീം, ഖൽബിനെ, എന്റെയും നിങ്ങളുടെയും ഖൽബിനെ മേഘം മൂടുന്നത് പോലെ മൂടുമെന്നാണ്. എന്താണ്? മേഘം മൂടുന്നത് പോലെ മൂടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അലി ഇബ്നു അബി താലിബിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ജാമിഇൽ അദ്ദേഹം 5682 നമ്പറായി അല്ലാമ അൽ അൽബാനി റഹിമഹുല്ലാഹ് ഹസനായ ഹുക്മ നൽകി ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യോഗ്യമാണ്. മാ മിനൽ ഖുലൂബി ഖൽബുൻ ഇല്ലാ വലഹു സഹാബത്തുൻ കസഹാബത്തിൽ ഖമർ. എന്നിട്ട് പറയാണ്, ബൈനമൽ ഖമറു യുദിഉ ഇദ് അലതുഹു സഹാബത്തുൻ ഫഅളമ ഇദ് തജല്ലത്. സുബ്ഹാനക യാ അലീം. ചന്ദ്രൻ ഖമർ അത് പ്രകാശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചന്ദ്രന്റെ തീരെ മേഘം മൂടി അത് ഇരുട്ടിലായി പോകുന്നത് പോലെ, ചന്ദ്രനെ മറച്ചിട്ട് മേഘം വന്നിട്ട് അത് ഇരുട്ടിലായി പോകുന്നത് പോലെ ഈമാൻ നഷ്ടമാകുന്ന മേഘം മൂടാത്ത ഒരു ഖൽബുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മുടെ ഈമാനിനെയും അതുപോലെ മൂടുമെന്നാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിന്റെ വിശാലതയിലേക്ക് കടന്നു പോകാൻ ഈ സമയം പര്യാപ്തമല്ല. സൂചിപ്പിച്ചല്ലോ, ഈ മഅസിയത്തുകൾ, കുഫ്ർ, ശിർക്ക്, മഅസിയത്തുകൾ, ദുനിയാവിനോടുള്ള മഹബ്ബ, അതൊക്കെ ഒരു വലിയ കാരണമാണ്. വല്ലാഹുൽ മുസ്തആൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ നോട്ടം നമ്മുടെ ഖൽബിലേക്കാണ്, നമ്മുടെ അമലിലേക്കുമാണ്. അല്ലാഹുവിന്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ്, നമ്മുടെ പ്രവൃത്തിയിലേക്കാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം അല്ലാഹുവിന് തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. എന്റെ പ്രവർത്തനം അത് അല്ലാഹു തൃപ്തിപ്പെട്ടതായിരിക്കണം. എന്റെ ഖൽബ് അത് അല്ലാഹുവിന് തൃപ്തികരമായതായിരിക്കണം. അഥവാ അല്ലാഹു തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടുക. അല്ലാഹു തൃപ്തിപ്പെടാത്ത, കോപിക്കുന്ന, വെറുക്കുന്ന, ആക്ഷേപിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക. എന്താ ദലീൽ? അല്ലാഹുവിന്റെ ഖുർആനിൽ 8-ാമത്തെ അധ്യായം സൂറത്ത് അൻഫാൽ 24-ാമത്തെ ആയത്താണ് ഓതുന്നത്. ഏതായത്ത്? വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി. വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി. മനുഷ്യനും അവന്റെ ഖൽബിനുമിടയിൽ അല്ലാഹു മറയിടുന്നതാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാം,
മനുഷ്യനും അവന്റെ ഹൃദയത്തിനുമിടയിൽ അള്ളാഹു മറയിടുമെന്നാണ്. ഫഇയ്യാകും അൻ തറുദ്ദു അംറല്ലാഹ് അവ്വല മാ യഅതീകും ഫയുഹാലു ബൈനകും വബൈനഹു ഇദാ അറദ്തുമൂഹു ബഅദ ദാലിക വതഖ്തലിഫു ഖുലൂബുകും. എന്താണ് മനുഷ്യനും അവന്റെ ഖൽബിനുമിടയിൽ മറയിടപ്പെടുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു കൽപ്പന. ശരിക്കും ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ ഒരു കൽപ്പന നിങ്ങൾ കേൾക്കുന്ന അവസരത്തിൽ, അത് ആയത്താകാം, അത് ഹദീസാകാം, ഇസ്ലാമികമായ ശറഈലുള്ള വിജ്ഞാനങ്ങളാകാം, ആ കൽപ്പന ആദ്യമായി നിങ്ങൾ കേൾക്കുന്ന അവസരത്തിൽ അത് തള്ളിക്കളയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ആയത്ത് കേട്ടാൽ സമിഅനാ വഅതഅന, ഒരിക്കലും സമിഅനാ വഅസൈന എന്നതുണ്ടാകാൻ പാടില്ല. അങ്ങനെ തള്ളിക്കളഞ്ഞാലോ അത് ശിർക്കാണ്, ഇത് ബിദ്അത്താണ്, ഇത് ഹറാമാണ്, ഇത് പലിശയാണ്, ഇത് വ്യഭിചാരമാണ്, ഇത് വൃത്തികേടാണ്, ഇത് തമ്മാടിത്തരമാണ്, ഇത് റബ്ബ് വെറുക്കുന്നതാണ് എന്ന് കേട്ടാൽ അത് സ്വീകരിക്കണം. അതായത് ഹറാമിനെ മാറ്റിവെക്കണം. അങ്ങനെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ, അള്ളാന്റെ കൽപ്പന നിങ്ങൾ തള്ളിയാൽ, പിന്നീട് ആ കൽപ്പന അനുസരിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ പോലും നിങ്ങൾക്കതിന് സാധിക്കാത്ത വിധം നിങ്ങൾക്കും പ്രവർത്തികൾക്കുമിടയിൽ മറയിടപ്പെട്ടേക്കും. അങ്ങനെ നിങ്ങളുടെ ഖൽബുകൾക്ക് മാറ്റം വരുന്ന സുബ്ഹാനക അലീം. കേൾക്കുന്ന മാത്രയിൽ അള്ളാഹുവിന്റെ ആയത്തുകളെ, ഹദീസുകളെ സ്വീകരിക്കണം എന്നാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അത് കൂട്ടിച്ചേർക്കുന്ന പ്രകാരമാണ്: ഫഇന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി യുഖല്ലിബുൽ ഖുലൂബ ഹൈഥു ശാഅ വയസ്രിഫുഹാ അന്നാ ശാഅ. അല്ലാഹു മനുഷ്യനും അവന്റെ ഖൽബിനുമിടയിൽ മറയിടും. എന്താവാ അതിന്റെ വിശദീകരണം അറിയോ? അവൻ മനസ്സുകളെ, മനുഷ്യന്റെ മനസ്സുകളെ അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മാറ്റിമറിക്കുകയും തിരിച്ചുവിടുകയും ചെയ്യുന്നു എന്നാണ് ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് തഫ്സീർ നൽകിയത്. ഒറ്റ പ്രാർത്ഥനയെ പറ്റുള്ളൂ, വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല കാക്കട്ടെ. നമുക്ക് ചോദിക്കാല, കേൾക്കുന്ന മാത്രയിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പിൻപറ്റണം എന്നാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈമാൻ നിലനിർത്തിക്കൊണ്ടേയിരിക്കും. തജ്ദീദുൽ ഈമാൻ, യുജദ്ദിദുൽ ഈമാൻ. ഈമാൻ നിലനിർത്തിക്കൊണ്ടേയിരിക്കണം, അഥവാ അത് പുതുക്കിക്കൊണ്ടിരിക്കണം എന്നാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഈ ഖുത്ബയിൽ സൂചിപ്പിക്കുകയാണ്. ഹൃദയ വെളിച്ചം, പ്രകാശം, നൂർ, ഈമാൻ, അത് അണയാതിരിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മഅരിഫത്തുല്ലാഹി ജല്ല വഅലാ, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കലാണ്. ഞാൻ ഓതി വെച്ച ആയത്താണ്. എന്താണ് അള്ളാഹു പറഞ്ഞത്? വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാതും ബിയമീനി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അള്ളാഹുവെ കണക്കാക്കേണ്ട നിലയിൽ അവർ കണക്കാക്കിയിട്ടില്ല. ഖിയാമത്തിന്റെ നാളിൽ ഭൂമി മുഴുവനും അവന്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും. ആകാശങ്ങൾ അവന്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടവയുമായിരിക്കും. അവൻ എത്ര പരിശുദ്ധൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അവൻ അള്ളാഹു അതീതനായിരിക്കുന്നു എന്ന് സൂറത്ത് സുമർ 67-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കാൻ. അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധത്തിൽ കണക്കാക്കണം, പഠിക്കണം അള്ളാഹിനെ കുറിച്ച്. അതിൽ അള്ളാഹിനെ പഠിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം, അള്ളാഹിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അള്ളാഹുവിന്റെ നാമങ്ങളെ മനസ്സിലാക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ നാമങ്ങളെ മനസ്സിലാക്കണം എന്നതാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ഇന്ന ലില്ലാഹി 99 ഇസ്മ 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. എപ്പോഴും ഹിഫ്ളുള്ള, ഹൃദിസ്ഥമാക്കിയ ഒരു വചനമാണത്. തീർച്ചയായിട്ടും അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. 99 നാമങ്ങളെ ഉള്ളൂ എന്നാണ് ആളുകൾ വിചാരിച്ചല്ല. അതൊരു ഹദീസിൽ വന്നത് 99 നാമമാണ്. അള്ളാഹുവിന്റെ നാമങ്ങളുടെ വിശാലത അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എത്ര നാമം അള്ളാഹ്ക്കുണ്ടെന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതിൽ 99 നാമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു എന്ന് മാത്രം. 100-ൽ നിന്നൊന്ന് കുറവ്. ആരെങ്കിലും അവയെ ഇഹ്സാ ചെയ്താൽ, അഥവാ ക്ലിപ്തപ്പെടുത്തിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 2736-ാമത്തെ നമ്പർ ഹദീസാണ്. എന്താണ് അള്ളാഹുവിന്റെ നാമങ്ങൾ ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ? എന്താ അങ്ങനെ പറഞ്ഞാൽ? ഖാലൽ ഇമാമു ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി
മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അള്ളാഹുവിന്റെ നാമങ്ങളെ ഇഹ്സാ ചെയ്യൽ ചില മർത്തബകളിലായിട്ടാണ്. അവ എങ്ങനെയാണ്? ഇപ്രകാരമാണ്. ഒന്ന്, അവ എണ്ണിത്തിട്ടപ്പെടുത്തുകയും പഠിച്ച് മനഃപ്പാടമാക്കുകയും ചെയ്യുക. എണ്ണി തിട്ടപ്പെടുത്തണം. എത്ര നാമുണ്ട്? ഇപ്പൊ ഇവിടെ 99 പറഞ്ഞു. 99 നാമവും എണ്ണി തിട്ടപ്പെടുത്തുക. അത് നമുക്ക് അറിയണത്, എന്നിട്ടോ അത് പഠിച്ച് മനസ്സിലാക്കണം. അതിൽ ഇൽമുണ്ടാകണം, ഫഹ്മുണ്ടാകണം, അമലുണ്ടാകണം. പിന്നെയോ അവയുടെ അർത്ഥവും ആശയവും അഥവാ തേട്ടവും അറിയണം. എന്താണ് ഒരു നാമം, അതിന്റെ അർത്ഥം എന്താ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ എന്ന് പഠിക്കണം. മൂന്നാമത്തത്, അവ കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണം. അതാണ് ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ എന്നൊക്കെ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് അത്തരത്തിലാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നാമങ്ങളെ വിശദീകരിക്കുന്ന ധാരാളക്കണക്കിന് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികുൻ എന്ന ആയത്തിൽ 59 അധ്യായം സൂറത്ത് ഹശ്റിന്റെ 23-ൽ അതുപോലെ കാണാം. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം എന്നിങ്ങനെ അതിന്റെ 24-ാമത്തെ ആയത്തിൽ ഇങ്ങനെ നിരവധി ആയത്തുകളിൽ അല്ലാഹുവിന്റെ നാമങ്ങളെ കാണാം. അതുപോലെ ഹദീസിൽ കാണാം, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫി കിതാബിക. അവിടെ കാണാം അള്ളാഹുവിന് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന നാമങ്ങൾ എന്നാണ്. അത്രയും വിശാലമാണ് അള്ളാന്റെ നാമങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളെ പഠിക്കുക, പകർത്തുക, എണ്ണിത്തിട്ടപ്പെടുത്തുക എന്നതൊക്കെ ഈമാനിനെ തജ്ദീദ് ചെയ്യാനുള്ള മാർഗങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ ഈമാൻ പുതുക്കാനുള്ള മാർഗത്തിൽപ്പെട്ടതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക എന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റായി തോന്നരുത്. തൗഹീദ് ഉണ്ടെന്ന് പറയുന്നവരിൽ പോലും കാണാത്ത ഒരു സ്വഭാവമാണ്. ഞാൻ തൗഹീദുള്ളവനാണ് എന്ന് പറയുന്നവരിൽ പോലും കാണാത്തൊരു സ്വഭാവം. എന്താ? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാറില്ല. പലപ്പോഴും പറയണമെന്നാണ്. കാരണം ഇതിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇതിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യനെ. എത്ര ഗൗരവമുള്ള വാക്ക. അതുകൊണ്ട് നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജദ്ദിദു ഈമാനകും, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കണം. ഖീല, ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ നുജദ്ദിദു ഈമാനന, ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഈമാനിനെ പുതുക്കുക? 1.25 ലക്ഷത്തോളം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സ്വഹാബത്തിന്റെ ചോദ്യമാണ്. ഞങ്ങൾ എങ്ങനെ ഈമാനെ പുതുക്കും? ഖാല, അവിടുന്ന് പറഞ്ഞ വാക്കെന്തറിയോ? മുവഹിദേ, തൗഹീദിന്റെ വാഹക, നീ ശരിക്കും പഠിച്ചു വെക്കണം. എന്താണത്? അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ ധാരാളമായി ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. എങ്ങനെ ഉരുവിടണം? അതിന്റെ നഫിയും ഇസ്ബാത്തും മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റെ ശുറൂത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട്, അതറിഞ്ഞുകൊണ്ട് നീ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം എന്നാണ്. ഇത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുദ്ധരിച്ച ഹദീസാണ്. ഹദീസ് സ്വീകാര്യോഗ്യമാണ്. അല്ലാഹു അക്ബർ കബീറ. അതുപോലെ പ്രിയമുള്ളവരെ, ഈമാനിനെ പുതുക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ വളരെ പ്രധാനമായ നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ എളുപ്പത്തിലും നമ്മൾ പറയില്ല സൗമ്യമായും ലളിതമായും മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഖുത്ബയുടെ പരിമിതിയിൽ പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് പ്രത്യേകമാക്കപ്പെട്ട സൂറത്തുകൾ. വിശുദ്ധ ഖുർആൻ മുഴുവനും പ്രത്യേകമാണ്. അള്ളാഹുവിന്റെ കലാം മുഴുവനും ബറക്കത്തുള്ളതാണ്. അത് മനുഷ്യന്റെ മനസ്സിനും ജീവിതത്തിനും സമാധാനം നൽകുന്നതാണ്. എന്നാൽ അതിൽ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ചില സൂറത്തുകളുണ്ട്, പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ചില ആയത്തുകളുണ്ട്. അവയ്ക്ക് നമ്മൾ പ്രത്യേകത കൊടുക്കണം. അബൂ സഈദ് ഇബ്നുൽ മുഅല്ല അൽ അൻസാരി റളിയല്ലാഹു തആല അൻസാരിയായ സഹാബിയാണ്. അദ്ദേഹം പറയാണ്, ഖാല കുൻതു ഉസല്ലി ഫദഅനി അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം അജിബുഹു ഖുൽതു يا رسول الله إني كنت أصلي قال ألم يقل الله استجيبوا لله وللرسول إذا دعاكم. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിസ്കരിക്കുകയാണ്. അപ്പൊ നബി എന്നെ വിളിച്ചു. ഞാൻ നബിക്ക് ഉത്തരം നൽകിയില്ല, കാരണം ഞാൻ നിസ്കാരത്തിലാണ്. ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നിസ്കരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചിട്ട് വിളിയേക്കാത്തത്. അപ്പൊ നബി പറഞ്ഞു, ആയത്തോതി ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും. അല്ലാഹ് പറഞ്ഞിട്ടില്ലേ, നബി നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ അല്ലാഹുക്കും റസൂലിനും ഉത്തരം നൽകുക എന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ثم قال, ശേഷം നബി പറഞ്ഞു, അലാ ഉഅല്ലിമുക അഅ്ലമ സൂറത്തിൻ ഫിൽ ഖുർആൻ. അതിനു മുമ്പ് ചില വാക്കുകൾ കാണാം. അദ്ദേഹം നബിന്റെ കൈ പിടിച്ചു.
നബി അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പായി വിശുദ്ധ ഖുർആനിലെ മഹത്തായ ഒരു വചനം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന്. അൻ തഖ്റുജ മിനൽ മസ്ജിദ് ഫഅഖദ ബിയദി ഫലമ്മ അറദ്നാ അൻ നഖ്റുജ ഖുൽതു യാ റസൂലല്ലാഹ് ഇന്നക ഖുൽത ലഉഅല്ലിമന്നക അഅ്ളമ സൂറത്തി മിനൽ ഖുർആൻ. അങ്ങനെ ഞങ്ങൾ പുറത്തു പോകാൻ ഉദ്ദേശിച്ചപ്പോ ഞാൻ ചോദിച്ചു, നബി അല്ലാഹുവിന്റെ റസൂലേ, വിശുദ്ധ ഖുർആനിലെ മഹത്തായ ഒരു വചനം എനിക്ക് പഠിപ്പിച്ചു തരാന്ന് അങ്ങ് എന്നോട് പറഞ്ഞല്ലോ. അപ്പൊ നബി പറഞ്ഞു, قال الحمد لله رب العالمين هي السبع المثاني والقرآن العظيم الذي أوتيته. വിശുദ്ധ ഖുർആനിലെ മഹത്തായതും ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്നതുമായ 7 വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഫാത്തിഹയാണത്. സുബ്ഹാനക അലീം. നിസ്കരിച്ച സ്വഹാബിക്കറിയാം അദ്ദേഹം ഓതിയത് ഫാത്തിഹയാണ്. ആ ഫാത്തിഹയുടെ ഫളില് അള്ളാന്റെ റസൂല് ഫാത്തിഹ ഓതി നിസ്കരിച്ച സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു പക്ഷെ നമ്മൾ ആലോചിക്കും, എന്താ ഈ ഇസ്ലാം എന്ന് പറഞ്ഞത് വിശാലമായ ഒന്നല്ലേ? കേവലം അനുഷ്ഠാനങ്ങളിൽ മാത്രമുള്ള ഒന്നാണോ? നിങ്ങൾ പരിശോധിച്ചോളി. ഈമാനിനെ തജ്ദീദ് ചെയ്യുന്ന വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിടത്തൊക്കെ കർമ്മങ്ങളെയാണ് ആദ്യം പറഞ്ഞത്, വിശ്വാസത്തോടൊപ്പം അമലുകളെ. ബാക്കി വിശാലമായ ലോകങ്ങളുണ്ട്, ശരിയാണ്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. പക്ഷേ അമലുകളില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങൾ വെറുതെയാണ്. ഒരുത്തൻ നാടിന് വേണ്ടിയൊക്കെ പണിയെടുക്കണ്ട്, പക്ഷെ അയാളിൽ അമലുകളില്ലെങ്കിൽ അത് വെറുതെയാവും. അതുകൊണ്ട് ഗൗരവത്തിലല്ല. ഫാത്തിഹല്ലേ നമുക്കറിയില്ലേ? അതേ പ്രിയമുള്ളവരെ, നമുക്കറിയുന്ന ഫാത്തിഹയെ ഒരാൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ അയാളുടെ ഈമാൻ നുരുമ്പിപ്പോകാതെ അയാൾക്ക് കാത്തു സൂക്ഷിക്കാനാകും. അതിനെ അവിടെ പറഞ്ഞത്. കാരണം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയോ? ഫാത്തിഹ എന്ന് പറഞ്ഞാൽ സർവ്വ കിതാബുകളിലെയും അധ്യായങ്ങളെക്കാൾ ഏറ്റവും മികച്ച അധ്യായമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദി നഫ്സി ബിയദി മാ ഉൻസിലത ഫി തൗറാത്ത് വലാ ഫിൽ ഇൻജീൽ വലാ ഫി സബൂർ വലാ ഫിൽ ഖുർആൻ മിസ്ലുഹാ وإنها 7 من المثاني والقرآن العظيم الذي أعطيته. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഇല്ലെന്ന് ഇമാം തിർമിദി 2875 നമ്പർ ഉദ്ധരിച്ച ഹദീസ്. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബാണ് സത്യം. തൗറാത്തിലോ ഇൻജീലിലോ സബൂറിലോ ഖുർആനിലോ ഇതിന് സമാനമായ ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. തീർച്ചയായും അതാകുന്നു എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള 7 ആവർത്തന വചനങ്ങളുള്ള മഹത്തരമായ വിശുദ്ധ ഖുർആൻ, അതായത് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിലെ മറ്റ് അധ്യായങ്ങളെക്കാളുമ്പോൾ മഹത്വമുള്ളതാണ് സൂറത്തുൽ ഫാത്തിഹ. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഓരോ വഖ്തിലും ഫാത്തിഹ അള്ളാഹു തെരഞ്ഞെടുത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക. അതുപോലെ പ്രധാനപ്പെട്ടതാണ് മുഅവ്വിദാത്തുകൾ. സൂറത്തു അൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. പ്രത്യേകമായി മുഅവ്വിദതൈൻ, അതായത് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും, ഇതൊക്കെ വിശദീകരിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെ നിരവധി സൂറത്തുകൾ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെ പുതുക്കാൻ അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്ന സ്വഹാബത്ത് ജീവിതത്തിൽ പകർത്തിയ ഈ അമാലുകളൊക്കെ ജീവിതത്തിലേക്ക് പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്ന ഒരു വിഷയം സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് സൂറത്തുകൾ പ്രത്യേകം ഓതാനും പഠിക്കാനും നിലനിർത്താനും അള്ളാഹുവിന്റെ റസൂൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് സൂറത്തുൽ ഇഖ്ലാസ്. ചെറിയ സൂറത്താണ്. സൂറത്തുൽ ഫലഖ് ചെറുതാണ്, സൂറത്തുൻ നാസ് ചെറുതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്ന് വെച്ചാൽ വല്ലദി നഫ്സി ബിയദി ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആന. എന്റെ നഫ്സിനെ നിയന്ത്രിക്കുന്ന റബ്ബാണ് സത്യം, ഖുർആനിന്റെ 1/3 ഭാഗത്തിന് തുല്യമാണ് ഈ അധ്യായമെന്നാണ് ഇമാം ബുഖാരി 5013 നമ്പറായി ഉദ്ധരിച്ച ഹദീസ്. നിരവധി ഫളലുകൾ പറഞ്ഞ കൂട്ടത്തിലൊന്നാണ്. അപ്പൊ എന്താണ് സുലുസുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ? സുലുസുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മഅനയിൽ വിശുദ്ധ ഖുർആനിന്റെ മഅനി പരിശോധിക്കുമ്പോൾ
3 കാര്യങ്ങളാണ് ഖുർആൻ. 1 അഹ്കാമാണ്, 2 അഖ്ബാറാണ്, 3 തൗഹീദാണ്. അഹ്കാമ്, അഖ്ബാർ, തൗഹീദ്. അതായത് വിധിവിലക്കുകൾ, വൃത്താന്തങ്ങൾ, തൗഹീദ്. ഇങ്ങനെ 3 ആയിട്ടാണ് ഖുർആൻ വിഭജിച്ചിട്ടുള്ളത്. 3 ഭാഗങ്ങളാണ്. അതില് 3-ൽ പ്രധാനപ്പെട്ട ഭാഗമാണ് തൗഹീദ്. ഈ സൂറത്തിലെ ആകെ അംശം എന്താണ്? സൂറത്തിന്റെ ഇതിവൃത്തം എന്താണ്? പ്രമേയം എന്താണ്? അതിന്റെ ആകത്തുക എന്താണ്? തൗഹീദ്. അതുകൊണ്ടാണ് അതിന് സുലുസുൽ ഖുർആൻ അല്ലെങ്കിൽ സുലുസുൽ ഖുർആൻ എന്ന് പറയപ്പെടുന്നത് എന്നൊക്കെ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹി അൽ ഹറാനിയെ പോലുള്ള പണ്ഡിതന്മാരെ തൊട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളവരെ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. വല്ലാഹു തആല അഅലം. ഒരുപാട് ഫവായിദ് ആ ഗണത്തിൽപ്പെട്ടതാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസൊക്കെ. ഇനി അങ്ങനെ പോയാൽ ഞാനതൊക്കെ വിശദീകരിക്കാൻ സമയത്തിന്റെ കുറവുണ്ട്, ഖുത്ബയുടെ പരിമിതിയിൽ അത് വിശദീകരിക്കുന്നില്ല. ഈ ഓരോ സൂറത്തും ഓതേണ്ടുന്ന സന്ദർഭങ്ങളുണ്ട്. നോക്കൂ, നിങ്ങൾ ഈ ചാർട്ട് പോലും പ്രധാനമാണ്. ഇതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് അറിഞ്ഞാൽ പോരാ. ഈമാനിനെ തജ്ദീദ് ചെയ്യാൻ, പുതുക്കാൻ ഇത് ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ്. എപ്പോഴൊക്കെ സൂറത്ത് ഓതണം, അപ്പോഴൊക്കെ ഓതണം, അപ്പോഴൊക്കെ ഈമാൻ വളരും. കാരണം അഹ്ലുസുന്നയുടെ ഖായിദയാണെന്ത്? എന്ത്? ഈമാൻ യസീദു ബിത്വാഅ, അനുസരണത്തിലൂടെയാണ് ഈമാൻ വർദ്ധിക്കുന്നത്. അല്ലാഹുവിന് ത്വാഅത്തിലായി ജീവിക്കുന്നതിലൂടെയാണ് ഈമാൻ വർദ്ധിക്കുന്നത്. അതുപോലെ യൻഖുസു ബിൽ മഅസിയ, മഅസിയത്ത് പാപങ്ങൾ ചെയ്യുമ്പോഴാണ് ഈമാൻ കുറയുന്നത്. ഈമാൻ കുറയുന്നത് പാപം ഉണ്ടാകുമ്പോഴാണ്. ഈമാൻ കൂടുന്നതോ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുമ്പോഴാണ്. നമ്മൾ തീരുമാനിക്കേണ്ടത് വരാനിരിക്കുന്ന റമദാൻ അനുകൂലമാകണം. ജീവിതം അതിലേക്ക് എത്തുന്നതിന് മുമ്പേ അള്ളാഹു തിരിച്ചു വിളിച്ചാൽ റബ്ബിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് കേൾക്കുന്ന നിമിഷം മുതൽ നമ്മൾ തീരുമാനിക്കുക, ഇസ്തിഗ്ഫാർ നടത്തുക, തൗബ ചെയ്യുക, പൂർണ്ണമായി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക. അത് നമ്മുടെ ഭാഗമാണ്. അതുകൊണ്ട് ത്വാഅത്തിലായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക, മഅസിയത്തുകളെ മാറ്റിവെക്കുക. ഇതേപോലെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഈമാൻ വർദ്ധിക്കാനുള്ളത് സൂറത്തുൽ മുൽക്ക്. ആ സൂറത്തുൽ മുൽക്കിന്റെ ഫضലുകൾ എത്രയാണ്? അത് പാരായണം ചെയ്യേണ്ട സന്ദർഭങ്ങളെ കുറിച്ച് പോലും പറഞ്ഞു. അല്ലെങ്കിൽ അത് പാരായണം ചെയ്യുന്നിടത്ത് ലഭിക്കുന്ന മെച്ചങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി പരിശോധിച്ചാൽ സൂറത്തുകളെ വിട്ടിട്ട് ആയത്തുകളിലേക്ക് വന്നാൽ ആയത്തുകളിൽ പ്രസിദ്ധമാണ് ആമന റസൂലു. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അവസാനത്തെ ഖവാതീമു ആഖിരി സൂറത്തിൻ എന്നൊക്കെ പറഞ്ഞ് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ എന്ന് നബി പറയുന്നതായി ഹദീസുകൾ കാണാൻ സാധിക്കും. ആമന റസൂലു. അതിന്റെ സന്ദർഭങ്ങളിലൊക്കെ അത് ജീവിതത്തിൽ പകർത്തണം. അതുപോലെ ആയത്തുൽ കുർസി സമാനമാണ്. അതിന്റെ ഫضല് വിശാലമാണ്. ഓരോന്നും പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്കത് ഖുത്ബകളിൽ പഠിക്കേണ്ടതുണ്ട്, സന്ദർഭങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. എവിടെയൊക്കെ ആയത്തുൽ കുർസി ഓതേണ്ടതുണ്ടോ അവിടെയൊക്കെ, അതല്ലാതെയും നോക്കൂ, നിങ്ങൾ എന്നും ജീവിതത്തിന്റെ മേഖലകളിലേക്ക് അതിനെ കടന്നു വരേണ്ടതുണ്ട്. ഇതിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ 10ഓളം കാര്യങ്ങൾ ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. പ്രത്യേകിച്ചും ഷെയ്ഖ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അദ്ദേഹത്തിന്റെ തഫ്സീർ അത് വിവരിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ സൂറത്തുകൾ തന്നെ പരിശോധിച്ചാൽ സൂറത്തുൽ ബഖറ, സൂറത്തു ആലു ഇമ്രാൻ മഹത്വമുള്ള സൂറത്താണ്. ഏത് സമയത്തും പാരായണം ചെയ്യുന്ന സൂറത്താണ്. പ്രത്യേകമായി ഇശാഇന്റെയും മഗ്രിബിന്റെയും ഇടയിലായി പഠിപ്പിക്കപ്പെട്ട സൂറത്തുകളാണ്. ഇങ്ങനെ നിരവധി ഖുർആനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, വിശുദ്ധ ഖുർആനിൽ നിന്ന് 10 ആയത്തുകൾ എല്ലാ ദിവസവും രാത്രിയിൽ ഓതുക. 10 ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. അത് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടതാണ്. ഒരായത്ത് പോലും ഓതാതെ കിടന്നുറങ്ങുന്ന ഒരായത്ത് പോലും ഖുർആനിൽ നിന്ന് ഒരു ദിവസം ഓതാതെ കിടന്നുറങ്ങുന്നവന്റെ ഒരവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് നോക്കി. ഓന്റെ ഈമാൻ നുരുമ്പുകയല്ലാതെ എങ്ങനെയാണ് പ്രിയമുള്ളവരത് വളരുക? എങ്ങനെയാണ് ഹൃദയത്തിന്റെ പ്രകാശം അണയാതെ കാത്തു സൂക്ഷിക്കാനാവുക? അതാണ് ഈ പറഞ്ഞതൊക്കെ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അതുപോലെ ആലു ഇമ്രാനിലെ 190 മുതൽ 200 വരെയുള്ള ആയത്തുകൾ. രാത്രിയിൽ ഉറങ്ങി തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് അതിന്റെ 200 വരെ 10 ആയത്തുകൾ അത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടതാ. അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈമാൻ പുതുക്കുന്നു. അതുപോലെ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ അത് ഹിഫ്ലാക്കിയാൽ ദജ്ജാലിൽ നിന്നുള്ള സുരക്ഷയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തിന്റെ ഫضലും പ്രധാനമാണ്. അങ്ങനെ നിരവധി. ഞാൻ അവസാനിപ്പിക്കാൻ, ഈമാൻ പുതുക്കുന്ന മാർഗങ്ങളെ പഠിപ്പിക്കപ്പെട്ടത് വായിച്ചാൽ നമ്മൾ സത്യത്തിൽ കുറ്റബോധം തോന്നിപ്പോ നമുക്ക്.
ഇത്രയും കാലം നമ്മൾ എവിടെയായിരുന്നു എന്ന് തോന്നിപ്പോകും. ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറയട്ടെ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുമ അവിടുന്ന് പറയുന്നൊരു വാക്കെന്തറിയോ? നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധമായിരുന്നെങ്കിൽ, നമ്മുടെ ഖൽബ് ശുദ്ധമായിരുന്നെങ്കിൽ ആ ഹൃദയങ്ങൾക്ക് ഖുർആൻ ഓതി വയറ് നിറയില്ലായിരുന്നു, മതി വരൂലായിരുന്നു. ഖുർആൻ ഓതിയാലും മതി വരൂല, മടുപ്പ് വരൂലായിരുന്നു. ഹൃദയങ്ങൾ ശുദ്ധമായിരുന്നെങ്കിൽ നമ്മളെവിടെ? ഒന്ന് പരിശോധിച്ച് നോക്കി. ഖുർആന്റെ മാസത്തിൽ പോലും നമ്മൾ എവിടെ ഇരിക്കും? നമ്മൾ ആലോചിക്കാൻ വേണ്ടി പറയാം. പ്രിയമുള്ളവരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്തറിയോ? ഈ ഒരു സൂറത്ത് ഇങ്ങനെ ഓതാണ്. ഈ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോ ഇനി അവസാനിക്കാൻ എത്രയുണ്ട് എന്ന അലസത മനസ്സോടെ ഓതുക, അത് വളരെയധികം അപകടമാണ്. മറിച്ച് ഖുർആൻ ഓതുമ്പോ ആസ്വദിച്ചോതണമെന്നാണ്. നമ്മളങ്ങനല്ലേ ഓതിങ്ങനെ പോകുമ്പോ ഇനിയിപ്പോ എത്ര പേജുണ്ട് സൂറത്ത് തീരാൻ നോക്കുന്നത് ദുർബലമാണ്. പ്രിയമുള്ളവരെ, ഈമാൻ ദുർബലമായതിന്റെ ലക്ഷണമാണെന്നാണ് ഇബ്നു ഉമർ തന്നെ പറയുന്നത്. എല്ലാറ്റിലും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശോധിച്ച് നോക്കി. നിസ്കാരം, നോമ്പ്, എല്ലാം സ്വഹാബത്തൊക്കെ അങ്ങനെ തന്നെയാണ്. നബി പറഞ്ഞ വാക്കെന്താ? ഖുർറത്തു ഐനി അസ്സലാ. കണ്ണിന് കുളിർമയാണ് നിസ്കാരം എന്നാണ്. എല്ലാം കൺകുളിർമയാണ്. അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ട്, നിസ്കരിക്കുമ്പോഴും ഓതുമ്പോഴും ഇബാദത്തെടുക്കുമ്പോഴൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യണം, കഷ്ടപ്പെട്ട് ചെയ്യരുത്. ഇഷ്ടപ്പെട്ട് ചെയ്യണം മക്കളെ. നിസ്കാരം ഇഷ്ടപ്പെട്ട്, ഖുർആൻ ഒത്ത് ഇഷ്ടപ്പെട്ട്, വിക്ർ ഇഷ്ടപ്പെട്ട്, കഷ്ടപ്പെട്ട് ചെയ്യരുത്, ഇഷ്ടപ്പെട്ട് ചെയ്യണം. അവസാനിക്കുന്നിടത്തൊരു വാക്ക് കൂടി. മുൻഗാമികൾപ്പെട്ട സലഫുകൾപ്പെട്ട ഒരു മഹാൻ വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിലെ 43-ാമത്തെ ആയത്ത് ഇങ്ങനെ ഓതാൻ. ഓതിങ്ങനെ വരികയാണ്. ഖുർആൻ ഓതിങ്ങനെ വരുന്നതിനിടക്ക് ആയത്ത് എന്തായത്ത്? വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ആ ഉപമകൾ നാം മനുഷ്യർക്ക് വേണ്ടി വിവരിക്കുകയാണ്. അറിവുള്ളവരല്ലാതെ അവയെ ചിന്തിച്ച് മനസ്സിലാക്കൂല എന്നാണ്. ഈ ആയത്തോതിയതും അദ്ദേഹം കരയാൻ തുടങ്ങി. ഓതിയതും കരയാൻ തുടങ്ങി. അടുത്തുള്ള ആളുകൾ ചോദിച്ചു, എന്തിനാണ് കരയണത്? അദ്ദേഹം മറുപടി പറഞ്ഞു, അള്ളാഹു പറഞ്ഞില്ലേ ഈ ഉദാഹരണം ഇൽമുള്ളവർക്കേ മനസ്സിലാകുന്നു, ഇൽമുള്ളവർക്കേ മനസ്സിലാകുന്നു. അള്ളാഹു പറഞ്ഞില്ലേ, എനിക്കിത് മനസ്സിലാകുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതിന്റെ അർത്ഥം എന്താ? ഞാനൊരു ജാഹിലാണെന്നല്ലേ എന്നാണ്. പ്രിയമുള്ളവരെ, എത്ര ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ആയത്ത് നമ്മളുമായി സംവദിച്ചോ? ആയത്തിൽ നിന്ന് നമുക്ക് ജീവൻ കിട്ടിയോ? ആയത്ത് എന്നെ കുറിച്ചാണെന്ന് ഓർമ്മ വന്നോ? ഇല്ല. എന്ന് നമ്മൾ ആയത്തുമായി സംവദിക്കുന്നുവോ അന്ന് നമ്മുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ എന്ന വാക്ക് അദ്ദേഹത്തെ വല്ലാതെ കരയിപ്പിച്ചു. മഹാനായ സിദ്ദീഖുൽ അക്ബർ നബിയോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് ചില ഖിലാഫുകൾ പണ്ഡിതന്മാർക്കിടയുണ്ടെങ്കിലും വല്ലാത്ത ഒരു വാക്കാണത്. നബിയുടെ മറുപടി എന്താ വെച്ചാൽ, ഈ സൂറത്തുകളൊക്കെ എന്നെ നരപ്പിച്ചു കളഞ്ഞു, തല നരപ്പിച്ചു. ഞാനും തല നരച്ചതിന് പല കാര്യം പറയും. വസ്ത്രം, ഭക്ഷണം, കാലാവസ്ഥ, പിന്നെ ടെൻഷൻ, പലതും പറയാം. നബി പറഞ്ഞ വാക്കെന്തറിയോ? നബി പറഞ്ഞത്, നബിയോട് സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, ഈ ആയത്തുകൾ, സൂറത്തുകൾ എന്നെ മറപ്പിച്ചു, എന്നെ നരപ്പിച്ചല്ലോ, നര വന്നല്ലോ നബി. അപ്പോ നബിയുടെ മറുപടിയാണ്, ഈ സൂറത്തുകൾ എന്നെ നരപ്പിച്ചു എന്നാണ്. ഏതൊക്കെയാണത്? അമ്മയത്തസാഅലൂൻ, ഇദശംസു കുവ്വിറത്. ഇതൊക്കെ ദിവസം ഓതുന്നവരമ്മള്, ഓതിപ്പോണവരമ്മള്. ഏതെങ്കിലും ഒരു ആയത്ത് വായിച്ചിട്ട് ഒരല്പനേരം ആയത്തിന്റെ കൂടെ ഒന്ന് സഞ്ചരിക്കാൻ പോലുമുള്ള ഹൃദയവിശാലത നമുക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാൻ നുരുമ്പിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അവസാനത്തെ മാർഗമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിന് അല്ലാഹു തിളക്കവും മാറ്റും പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർണം അത് തീയിൽ ഉരുക്കി അത് തെളിഞ്ഞ് കൂടുതൽ മഞ്ഞളിച്ച് നിൽക്കുന്നത് പോലെ അല്ലാഹു തആല മാസിയത്തുകളിൽ നിന്ന് മാറി അമലുകളിൽ സജീവരായി നമ്മുടെ ഹൃദയത്തിലെ ഈമാനിന് അല്ലാഹു പ്രകാശം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയം നുരുമ്പിപ്പോകുന്ന, ഈമാൻ നുരുമ്പിപ്പോകുന്ന അപകടങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. ഈമാനിന് കൂടുതൽ ഊർജ്ജസ്വലത വരുന്ന രീതിയിലേക്ക് അമലുകളിൽ സജീവരാകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പല സഹോദരങ്ങളും സലഫി സുഹൃത്തുക്കളിലും അഹ്ലുസുന്നയുടെ ആശയത്തിൽ ജീവിക്കുന്ന പല സഹോദരങ്ങളും രോഗികളാണ്. അല്ലാഹുർക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ.
തൗഹീദിന്റെ മാർഗത്തിൽ കാലങ്ങളായി ജീവിച്ച ഒരു മനുഷ്യൻ, ഒരു പണ്ഡിത സഹോദരനോ കുറച്ച് പ്രായമുള്ള അദ്ദേഹം മരണപ്പെട്ട വാർത്ത ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനിച്ചുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മുതിർന്ന പല തൗഹീദിന്റെ അഹലുകാരും നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് നമുക്കൊരു വലിയൊരു കുറവ് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോൾ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കൈകളിലേക്ക് ഖുദ്സിനെ അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.